ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രാധയുടെ വീട്ടിലെ രാധയുടെ അമ്മ നല്ല ദേഷ്യത്തിലാണ്. പാത്രങ്ങളൊക്കെ എറിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്. ഓരോന്ന് പിറുവിറുത്തോണ്ട് ഇത് ചെയ്യുമ്പോ മാലതി എന്ന അച്ഛൻ വിളിക്കണേ. എന്താ എന്ന് വെച്ച് ദേഷ്യത്തോടെ തന്നെ അങ്ങോട്ട് ചെല്ലും. നീ ശരിക്കും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. ദേ മനുഷ്യ, ഒരുത്തിയായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി നിങ്ങളായിട്ട് തുടങ്ങിക്കോ. അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങേര് മിണ്ടാതെ നിൽക്കും. അപ്പണ്ടാവും രാധ പൈസയായിട്ട് അവിടെ വന്നിരുന്ന് 500 നോട്ടുകളാണേ. അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കും. രാധയ്ക്കും എന്തേ? ഒന്നുമില്ല, അമ്മ എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ദേഷ്യോ? എന്തിന്? അപ്പോഴേക്കും മാലതി അങ്ങോട്ട് വന്നിട്ട് വയ്ക്കും. എന്തിനാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണം അല്ലേടി? ആ വൃത്തികെട്ടവന് വേണ്ടി ആ ഉണ്ടാക്കിയ കാശെല്ലാം നീ കളഞ്ഞു കുടിച്ചു. കടം വാങ്ങിച്ച് ഇനി വക്കീൽ ഫീസ് ഉണ്ടാക്കാൻ നടക്കല്ലേ? ഞാൻ അതും കണ്ട് കൈ കെട്ടി നിൽക്കണോ? അവൻ താലി കെട്ടിയ പെണ്ണ് തന്നെ അവനെ അകത്താക്കാൻ മെനക്കെട്ട് ഇറങ്ങിയിരിക്കുക. അവൾക്കില്ലാത്ത വിഷമം നിനക്കെന്തിനടി? അപ്പോ അച്ഛനും പറയും, ശരിയാ മോളെ, അവള് സാക്ഷി പറഞ്ഞ അവനകത്താ, ചിലപ്പോ അത് ജീവപര്യന്തം വരെ ആകാം. അമ്മയും പറയും, അതെ, അത്രയും കാലം നീ അവന് വേണ്ടി ധ്യാനിച്ചിരിക്കാൻ പോവാ. ഡി, നീ കാണിക്കുന്നത് ഭ്രാന്താണെന്ന് നിനക്ക് തന്നെ മനസ്സിലായിട്ടില്ല അല്ലേടി? അതമ്മേ, ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോഴേക്കും മാലതിക്ക് ദേഷ്യം വരും. ദേ മിണ്ടി പോകരുത് കഴുതേ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. മൂത്ത് നരയ്ക്കുന്നത് വരെ അവനകത്താ. അവൻ തിന്നും കുടിച്ചും അതിനകത്ത് കഴിഞ്ഞോളും. അവനെ ഓർത്ത് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വാക്ക് ധിക്കരിച്ച് അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ മറക്കരുതേ, അമ്മേന്ന് വിളിച്ചുകൊണ്ട് നീ വീട്ടിനകത്ത് കയറി പോകരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകും. രാധ ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ പറയും, മോളെ ഏത് കാര്യമൊക്കെ അമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. പിന്നെ ഇത്രയും ക്യാഷ് കയ്യിൽ കണ്ടതുകൊണ്ട് ചോദിക്കണേ, ഒരു 500 ബഡ്സ് അച്ഛന് തരാൻ പറ്റുമോ? അപ്പൊ രാധയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോ രാധ കൊടുക്കുന്നില്ല. പക്ഷെ അതൊന്നും ഒരു 500 എടുത്ത് അച്ഛന്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കും. അച്ഛന് സന്തോഷമാകും. മോളുടെ ആഗ്രഹം നടക്കട്ടെ, അച്ഛൻ പ്രാർത്ഥിക്കാം. രാധ എന്ന് പറഞ്ഞു പോകുമ്പോ, ഞാനും ഉണ്ട് കവല വരെ, മാലതി ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞ് രാധയോടൊപ്പം പോവാണ്. അവർ പോയി കഴിഞ്ഞാൽ മാലു ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നീട് കാണിക്കുന്നത് മാഷ വീട്ടിലാണ്. കമല നല്ല ഉറക്കത്തിലാ. മാഷ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇടുക. ഈ സമയം കരഞ്ഞോണ്ട് വേദ അങ്ങോട്ട് വരും. അച്ഛാ, ഒന്നിങ്ങോട്ട് വരുമോ എന്ന് പറയുമ്പോ മാഷെ ഇപ്പൊ വരാന്ന് പറയും. വേദ കരഞ്ഞോണ്ട് അവിടുന്ന് പോകുന്നൊക്കെ മാഷ് ഇങ്ങനെ നോക്കി നിൽക്കണേ. ശേഷം മാഷു അടുത്തേക്ക് ചെല്ലും. എന്താ വേദ എന്ന് വെച്ചാൽ അച്ഛൻ വരുമ്പോ വേദ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ വെച്ചാ? എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ? വേദ പറയും, 2 ദിവസമായിട്ട് അമ്മ ആഹാരം പോലും കഴിക്കുന്നില്ല ശരിയായിട്ട്. ശ്രീചേർത്തി നിർബന്ധിക്കുമ്പോ എന്തെങ്കിലും വാരി കഴിച്ചു എന്നല്ലാതെ ശരിക്കും ഉപവാസം തന്നെയാ. അമ്മയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ കാരണമാണെന്നല്ലേ ആൾക്കാർ പറയൂ. ആ MLA പറഞ്ഞു പോയത് കേട്ടില്ലേ? വിക്രമിനെ ജയിലിൽ വെച്ചും ആക്രമിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിക്രമിന്റെ കാര്യത്തില് ഞാൻ ചെയ്തത് തെറ്റായി പോയോന്നൊരു പേടി. ഭാഷോറിയും, എനിക്ക് തോന്നിയത് നേരെ മറിച്ചാണ്. അയാൾ ഇവിടെ വന്ന് കാണിച്ചത് അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്നേ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അയാൾക്ക് വേണ്ടത് വിക്രം പുറത്തു ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. നീ ശ്രമിക്കുന്നത് വലിയൊരു കാര്യത്തിനാണ്. വിക്രമിനെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റാമെന്ന് നിനക്ക് ഉറപ്പും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നീ ഇറങ്ങി തിരിച്ചത്. അത് അവന് മനസ്സിലാവണമെങ്കിൽ അവൻ ശ്രീകാര്യം ശ്രീനിവാസൻ എന്നുള്ള ആ കെട്ടിൽ നിന്നും മോചിതനാവണം. അതിനവൻ ഒറ്റയ്ക്കാവണം. അതിനു പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ജയില് തന്നെയാണ്. ജയിലിൽ വെച്ച് വാസ്തവൻ MLA എന്തെങ്കിലുമൊക്കെ അവന് ചെയ്യുന്നുള്ളത് അയാൾ നമ്മുടെ നേർക്ക് നീട്ടുന്ന ഒരു ഭീഷണി മാത്രമാണ്. അതിനെ നേരിടാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോ വേദ എന്താ ഒരു പക്ഷെ എന്നുള്ള രീതിയിൽ നോക്കും. മാഷു പറയും, എനിക്കുള്ള പേടി എന്താച്ചാ? മാഷു പറയും, നാളെ ആ ചെറുക്കിന് എന്തെങ്കിലും സംഭവിക്കുകയും അവന്റെ ശിക്ഷ കടുത്തു പോവുകയും ചെയ്താൽ? വേദ പറയും, അത് പേടിക്കണ്ട, മനസ്സിലാക്കിയിടത്തോളം അയാൾ ഇപ്പൊ അപകട നിലയിലല്ല. മാഷുവയ്ക്കും, അപ്പൊ ശിക്ഷ കുറയുന്നാണോ? ശിക്ഷ എന്തായാലും നമുക്ക് അപ്പീലിന് പോവാച്ചാ ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് ജയിക്കാം. മാഷു പറയും, അതെ, അപ്പോഴേക്കും അവൻ സ്വന്തം ജീവിതം തിരിച്ചറിഞ്ഞിരിക്കണം. വേദ പറയും, അതിന് സാധ്യമായ എല്ലാ വഴികളും നോക്കണം. ജയിലിലിപ്പോ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാച്ചാ അവരെയൊക്കെ കണക്ട് ചെയ്ത് വിക്രമിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. മാഷു പറയും, വേദ ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്നൊക്കെ പറയും പണ്ടുള്ളവർ. ഞാൻ ആ തത്വത്തില് വിശ്വസിച്ചവനായിരുന്നു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം അവൻ നശിച്ചു പോയെന്ന് കരുതിയൊരച്ഛൻ. പക്ഷെ ഒരാളെ വീണ്ടെടുക്കാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് നീയാ എന്നെ പഠിപ്പിച്ചത്. നീയാണ് ശരി, നിന്റെ വഴിയാണ് ശരി. ഇങ്ങനെ മാഷ് പറയുമ്പോ വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. കരഞ്ഞുന്നുണ്ടെങ്കിലും ചിരിക്കുന്നുണ്ട്. വേദയുടെ ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ഒരുപാടായി. വിക്രം ഇങ്ങനെ ജയിലിലിരിക്കണേ. ഈ സമയം ഒരു പോലീസ് വന്നിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, എങ്ങോട്ടാ സാറേ രാത്രി? അപ്പൊ അയാളേക്കും പറഞ്ഞാലേ നീ വരുള്ളൂ. അപ്പൊ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് ഇയാളോടൊപ്പം പോവാണ്. പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവിടെ CAയും വേറെയും കുറച്ച് പോലീസുകാരുണ്ട്. വിക്രം ചോദിക്കും, എങ്ങോട്ടാ സാറേ രാത്രിയിലെ? അയാൾ പറയും, നീ ആദ്യം വണ്ടിയിൽ കയറ്. വിക്രം പറയും, വിചാരണയിലുള്ള പ്രതിയെ സബ് ജയിലിൽ നിന്ന് രാത്രി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതറിയാനുള്ള ബാധ്യത പ്രതിക്കില്ല സാറേ. അതൊക്കെ പറയാം, തൽക്കാലം നിന്റെ ഗുണത്തിനാണെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് ഷർട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും. വന്ന് വണ്ടി കയറ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് വണ്ടിയിൽ കയറ്റണേ. മറ്റേ പോലീസുകാരൻ അവിടുന്ന് പോകും. ബാക്കിയുള്ള
കോൺസ്റ്റബിൾമാരെല്ലാം ഇയാളോടൊപ്പം ആ വണ്ടിയിൽ കയറി പോവാണ്. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി കുറച്ച് മുന്നിലേക്ക് പോയി നിൽക്കൂട്ടോ. എന്നിട്ട് പറയും, ഇന്ന് രാത്രി സബ് ജയിലിലെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. റിമാൻഡിലെ അതും മനഃപൂർവ്വം കേസുണ്ടാക്കി വന്നതാ. നീയാണ് അവരുടെ ടാർഗറ്റ്. ആ വാസ്തവം വെച്ച കെണിയാണ്. അതുകൊണ്ട് നിന്നെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചതാ. ചെല്ല്, എങ്ങോട്ടെങ്കിലും ചെല്ല്. അപ്പോ വിക്രം ഇങ്ങനെ നോക്കിച്ചിരിക്കും. അപ്പൊ പോലീസുകാരന്റെ മുഖഭാവം മാറുന്നുണ്ട്. അങ്ങനെ വിക്രം പറയണേ, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറക്കി വിടണമായിരുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തല്ല ഇറക്കേണ്ടത്. എന്താ സാറേ, എൻകൗണ്ടർ ആണോ? ഹോ, ആണെന്ന് പറഞ്ഞാ നീ രക്ഷപ്പെടാനായിട്ട് ഓടില്ല അല്ലേ? വിക്രം പറയും, ഇല്ല സാറേ, ഞാനിവിടെ സാറിന്റെ മുന്നിൽ തന്നെ ഉറച്ചു നിൽക്കും. പോയിന്റ് ബ്ലാങ്കിൽ സാറിന് തീർക്കാൻ വേണ്ടിയിട്ട്. എന്താ ധൈര്യമുണ്ടോ? അപ്പൊ CI വണ്ടിയിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ഇരുമ്പ് ദണ്ട് എടുക്കും. ശേഷം മറ്റേ പോലീസിനോട് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറയും. അങ്ങനെ CI ആ ഇരുമ്പ് വടി വിക്രത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്കൊരു സാധനം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പിടിക്കും. അങ്ങനെ വിക്രമും അത് പിടിച്ചിരിക്കുക. അയാൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോ വിക്രം അയാളെ ഏയ് എന്ന് പറഞ്ഞ് വിളിച്ച് തടയാൻ ശ്രമിക്കുമ്പോഴേക്കും CI അയാളുടെ തോക്കെടുത്ത് വിക്രമിനെ നേരെ നീട്ടും. അപ്പൊ തന്നെ വിക്രമിനെ അങ്ങ് ഷൂട്ട് ചെയ്യും. 2 ബുള്ളറ്റ് വിക്രത്തിന്റെ നെഞ്ചത്തേക്ക് വീഴും. വിക്രം അവിടെ ബോധം പോയി വേദന കൊണ്ട് താഴെ വീഴാണ്. ഈ CI ഇതെല്ലാം നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. പെട്ടെന്നായിരിക്കും അമ്മ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇതെല്ലാം കമല കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു. ഞെട്ടിയിരുന്നിട്ട് വിക്രം എന്ന് വിളിച്ച് അലറി കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത്. മാഷും ഞെട്ടി എഴുന്നേൽക്കും. എന്താ കമല, സ്വപ്നം വല്ലതും കണ്ടോ? വിക്രം, എന്റെ മകനെ അവര് കൊണ്ടുപോയി. പോലീസുകാരെ. മാഷ് പറയും, വിക്രത്തിനൊന്നും സംഭവിക്കില്ല. നേരാണോ മാഷെ? അവനൊന്നും സംഭവിക്കില്ലേ? എന്തിനാ പേടിക്കുന്നത്? അവനെ ഗുണ്ടകളല്ലല്ലോ പിടിച്ചു വെച്ചിരിക്കുന്നത്, സബ് ജയിലല്ലേ. സർക്കാർ നോക്കിക്കോളും. കമലയ്ക്ക് ദേഷ്യം വരും. നിങ്ങളൊരു അച്ഛനാണോ മാഷെ? ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? എനിക്കാണെങ്കിൽ രാവും പകലും അവനെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. പത്രങ്ങളിൽ എന്തൊക്കെ വായിക്കുന്നു. ഇവിടെ വന്ന MLA സ്വാധീനത്തില് പോലീസുകാര് അവരെന്തെങ്കിലും ചെയ്താലോ എന്റെ മകനെ? കമല ടെൻഷനോടുകൂടി ദേഷ്യത്തിൽ പറയുമ്പോ മാഷ് പറയും, ഒവ് കമല, അവൻ ആക്രമിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത് ഒരു MLA മകനെയാണ്. അതുകൊണ്ട് ചെറിയൊരു നീക്കമുണ്ടായാലും മീഡിയയുടെ മുഴുവൻ ശ്രദ്ധയും അവന്റെ നേർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പോലീസുകാര് അതിര് കടന്ന് ഒന്നിനും ശ്രമിക്കില്ല. സത്യമാണോ മാഷേ? മാഷ് പറയും, അവൻ എന്റെ കൂടെ മകനല്ലേ കമല. അവന്റെ ജീവന് ആപത്തുണ്ടാവുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാൻ നിൽക്കുവോ? നോക്ക് വേദ അവനെതിരെ സാക്ഷി പറഞ്ഞതില് നിനക്ക് വിഷമമുണ്ടെന്ന് അറിയാം. അപ്പോഴേക്ക് കമല ദേഷ്യത്തിൽ പറയും, മതി, അവളുടെ പേരിനി എനിക്ക് കേൾക്കണ്ട. മാഷു പറയും, അതല്ല കമല, നീ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുക. അതിനു പിന്നിൽ അവൾക്ക് പറയാനൊരു കാരണം ഉണ്ടാവില്ലേ? കമല പറയും, എന്റെ മകനെ ജീവപര്യന്തം തടവിന് വിട്ടുകൊടുക്കാൻ അവളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിൽ എന്ത് കാരണം ഉണ്ടെങ്കിലും ആ കാരണം എനിക്ക് കേൾക്കണ്ട മാഷേ. എനിക്ക് വേണ്ടത് എന്റെ മകനെ പുറത്ത് ഇറക്കലാണ്. ഒരു പോറലും ഇല്ലാതെ അവനെ വീട്ടിലേക്ക് തിരികെ വരണം. അതിന് അച്ഛനായ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അവളെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വാക്കും എന്നോട് പറഞ്ഞു പോവരുത്. മാഷു പറയും, നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായതും ഏറ്റവും കൂടുതൽ ലാളിച്ചു വളർത്തിയതും അവനെ ആയിരുന്നു എന്ന് നിനക്കറിയാം. അവനൊരു തെറ്റെയ്തപ്പോ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. അവനെ ഒട്ടും പരിഗണിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അവൻ നേരായ പാതയിലേക്ക് വരുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടും ഞാനിപ്പോ മനസ്സ് കല്ലാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ നന്നാവണമെന്ന് വിചാരിച്ചിട്ടാവില്ലേ കമല? നന്നാവണമെങ്കിൽ അവൻ ആദ്യം പുറത്തു വരണ്ടേ മാഷേ? മാഷ് പറയും, വരണം. പക്ഷെ അത് ഇപ്പോഴല്ല. കമലയ്ക്കും പിന്നെ മാഷോരും മുമ്പും അവൻ ജയിലിടന്നിട്ടില്ലേ? പുറത്തു വന്നിട്ട് നന്നായോ? ഇപ്പൊ അവൻ പുറത്തു വന്നാലും നന്നാവാൻ പോകുന്നില്ല. വീണ്ടും ചെന്നടിയാൻ പോകുന്നത് ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ ചെളിക്കുഴിയിലേക്കായിരിക്കും. അതുകൊണ്ട് അവൻ കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. ഇത് കേൾക്കുന്നതും കമല പൊട്ടിത്തെറിക്കാണ്. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്! അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നോക്കുന്നതിന് പകരം തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അവള് നമ്മുടെ മോനെതിരെ സാക്ഷി പറയാൻ തീരുമാനിച്ചപ്പോ നിങ്ങളും അവളും ഒറ്റക്കെട്ടായി. അതല്ലേ സംഭവിച്ചത്? അതിൽ മാഷ് പറയും, കമല, ഞാൻ പറയുന്നത്. കമല പൊട്ടിത്തെറിക്കും. വേണ്ട, എനിക്ക് മനസ്സിലാവില്ല. വേദയുടെ നിഴല് മുന്നിൽ വരുന്നത് പോലും നിങ്ങൾക്ക് പണ്ട് സഹിക്കില്ലായിരുന്നു. ഇപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ അവൾ അവന്റെ ശത്രുവായപ്പോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവളായല്ലേ? മാഷോയ്ക്കും ശത്രുവോ? എനിക്ക് അവൻ ശത്രുവോ? ശരിയാ, ഞാൻ എന്റെ മക്കളോട് സ്നേഹം കാണിച്ചിട്ടില്ല. പുതിയ കാലത്തെ രീതികൾ എന്ന പോലെ മക്കളോട് കൂട്ടുകാർ എന്ന പോലെ പെരുമാറാൻ എനിക്കായിട്ടില്ല. എന്തിന്, എനിക്ക് കൂട്ടുകാർ പോലും ഒരു കാലത്തുണ്ടായിട്ടില്ല. ഈ വീടും നീയും നമ്മുടെ മക്കളും മാത്രമായിരുന്നു എന്റെ ലോകം. ചെറുപ്പം മുതലേ മക്കളെ ശിക്ഷിച്ചിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടുമുണ്ട്. അതൊക്കെ ന്യായപ്രകാരം ഒരച്ഛന്റെ ധർമ്മമാണെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ ഒരിക്കൽ പോലും അവരെ ഞാൻ വെറുത്തിട്ടില്ല, ശത്രുക്കളായി കണ്ടിട്ടില്ല. പണ്ട് എന്റെ അച്ഛൻ പറയായിരുന്നു, ആൺമക്കളായിട്ട് ജനിക്കുന്നത് മുൻജന്മ ശത്രുക്കളാണെന്ന്. എന്നെ അങ്ങനെയാണോ എന്റെ അച്ഛൻ കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്റെ മക്കളെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിപ്പോ മിണ്ടാതിരിക്കുന്നതിൽ എനിക്ക് എന്റേതായിട്ടുള്ള കാരണമുണ്ട്. അതിപ്പോ പറയാനാവില്ല, നിനക്കത് പിന്നീട് മനസ്സിലാകും. അതുവരെ വെറുക്കാൻ മാത്രം അറിയുന്ന, സ്നേഹിക്കാൻ അറിയാത്തൊരു പിതാവായി എന്നെയും സ്വന്തം ഭർത്താവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുന്ന മരുമകളായി വേദയെയും കണക്കാക്കിക്കോളൂ. ഞാൻ തെറ്റു പറയില്ല.
എന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ മാഷ ഇങ്ങനെ നോക്കും. അത്രയും പറഞ്ഞ് മാഷ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കമലം നെഞ്ചത്തടിച്ച് പൊട്ടിക്കറിയാണ് അവിടെ ഇരുന്നേ. ശേഷം പിറ്റേ ദിവസം ആയിരിക്കും കേട്ടോ ശങ്കരനാരായണൻ കോടതിയിലേക്ക് പോകാൻ റെഡിയായി വരണേ. അമ്മയും മുത്തശ്ശിയും താഴെ തന്നെയുണ്ട്. ഇന്നല്ലേ വിക്രത്തിന്റെ കേസ് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ അതെ അമ്മ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? ശങ്കരനൊന്നും പറയുന്നില്ല. നിനക്കറിയോന്നറിയില്ല, വിക്രത്തിനോടൊപ്പം പോയതിനു ശേഷം ഒരിക്കൽ നിന്റെ പിറന്നാളിന് അവസരം ഉണ്ടാക്കി വേദ ഇങ്ങോട്ട് വന്നിരുന്നു. അന്ന് രാത്രി ഞാൻ വിക്രത്തിനെ കുറിച്ച് അവളോട് ചോദിച്ചു, നിനക്ക് വിക്രത്തിനോട് ഇപ്പൊ സ്നേഹമുണ്ടോന്ന്. അന്ന് അവള് പറഞ്ഞത് എന്താണെന്നറിയോ? അവളുടെ തീരുമാനം സ്നേഹിക്കാൻ മാത്രമായിട്ടുള്ളതാണെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ തോന്നിയെന്ന്. അന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, വെറുതെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാ ഇന്ന് എനിക്ക് അതിന്റെ അർത്ഥം അറിയാം ശങ്കര. മനുഷ്യർക്ക് പകയും പ്രതികാരവും വീട്ടാൻ എത്ര വിചിത്രമായ വഴികളാണ് അല്ലേ പത്മം? ശങ്കരൻ പറയും, അമ്മ കാര്യങ്ങൾ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാ. അമ്മയ്ക്ക് സ്നേഹവും ഇഷ്ടവും തോന്നുന്നവർ തെറ്റ് ചെയ്താലും അത് പൊറുക്കപ്പെടേണ്ടതാ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇതിനോടകം എത്ര പ്രശ്നങ്ങൾ വിക്രമുണ്ടാക്കി, എന്നിട്ടും അമ്മയ്ക്ക് തെറ്റ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞോ? ഇല്ല. കാരണം വേദയ്ക്ക് മഹേശ്വരൻ കൊടുത്ത നിധിയാണ് അവനെന്നാ വിശ്വസിക്കുന്നത്. ദൈവം കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. ആ ദൈവം തന്നെയാ അവനെ ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങ് സമാധാനിച്ചോളൂ. ആ ദൈവം തന്നെയാണ് അവനെതിരെ മൊഴി കൊടുക്കാൻ വേദയെ പ്രേരിപ്പിക്കുന്നതെന്നു കൂടെ വിശ്വസിച്ചാൽ അമ്മയ്ക്കും പത്മത്തിനും അല്പ ആശ്വാസം കിട്ടിയേക്കും. പിന്നെ വേദ, അവൾ നിയമം പഠിച്ചവളാ. നീതിയുടെ വഴി ഏതാണെന്ന് അവൾക്ക് തോന്നിയപ്പോൾ അവൾ അത് ചെയ്യുന്നു. നിയമം കയ്യിലെടുത്ത് കാട്ടുനീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ഭർത്താവിനെ നിയന്ത്രിക്കുന്നത് സമൂഹത്തിന് നല്ലതാണെന്ന് അവൾക്ക് തോന്നിയിരിക്കണം. ഉത്തരവാദിത്വമുള്ള പൗരാന്നുള്ള നിലയിൽ ഇപ്പൊ അവൾ ചെയ്യുന്നത് ശരിയാണ്. തെറ്റ് ചെയ്യുന്നവനെ ആ തെറ്റ് തെളിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഈ കേസിൽ അതുണ്ടാവുക തന്നെ ചെയ്യും. അതിൽ പത്മം ശങ്കരേട്ടാ വേണ്ട പത്മം, ഇനി ഈ വിഷയത്തില് കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ശങ്കരൻ പോകുമ്പോ അമ്മയും മുത്തശ്ശിയും പരസ്പരം നോക്കി ഒന്നും ചെയ്യാനാവാതെ നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് കോടതി വളപ്പിലെ ശ്രീകാര്യം ശ്രീനിവാസനും സജീവും ജോസഫും അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോ പോലീസുകാരെ വിക്രത്തെ കൊണ്ടുവരികയാണ്. എനിക്ക് വിക്രമിനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞേ ശ്രീകാര്യം ശ്രീനിവാസം വരുമ്പോ പോലീസുകാർ പറയും, പെട്ടെന്നായിക്കോട്ടെ സാറേ, ഇപ്പോ CI വരും. അത് പറഞ്ഞ് അവരവിടുന്ന് മാറി നിൽക്കും. അങ്ങനെ വിക്രത്തോട് ശ്രീനിവാസ് സാറ് പറയും, ഇന്ന് രാവിലെ വക്കീൽ വിളിച്ചിരുന്നു, അയാൾ വക്കാലത്തൊഴിയാണ്. അപ്പോഴാ കൂടെയുള്ളവരൊക്കെ അതറിയുന്നത്. സാറേ, അത് പറഞ്ഞില്ലല്ലോ, വക്കീൽ ഒഴിഞ്ഞോ? വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശ്രീനിവാസം പറയും, ആ MLA ഭീഷണിയായിരിക്കും. പക്ഷേ ഇത് 2 ദിവസം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ ആരെയെങ്കിലും അറേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടിയേനെ. പുളിക്കല് പറയും, വേറെ ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ആരും തയ്യാറാവുന്നില്ല. അപ്പൊ അവര് പറയും, എന്ന് വെച്ചാൽ ഇപ്പോ കേസിൽ നമ്മളെ കൂടെ ആരും ഇല്ലെന്നല്ലേ എന്ന് രാജേട്ടൻ പറയുമ്പോ വിക്രം പറയും, പേടിക്കേണ്ട രാജേട്ടാ, ജഡ്ജിന് തോന്നുന്ന പോലെ വിധിക്കട്ടെ, എനിക്കെന്തായാലും പേടിയൊന്നുമില്ല പോരെ എന്നിങ്ങനെ പറയുന്നിടത്താ ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് പ്രമോലുള്ളത് വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ അങ്ങോട്ട് ദർശൻ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്